പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആദ്യകാലത്തെ ശക്തമായ സാക്ഷിയായ ഒരാളെയാണ്. സുവിശേഷത്തിൻ്റെ സന്ദേശം ലോകത്തേക്ക് ലളിതമായി എത്തിച്ച വിശുദ്ധ മാർക്ക് സുവിശേഷകൻ. 2026 ഏപ്രിൽ 25 സഭ ആചരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ മാർക്ക് സുവിശേഷകൻ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആരംഭകാലത്ത് അത്യന്തം പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. സുവിശേഷത്തിൻ്റെ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ നിർണായക പങ്കുവഹിച്ചു. വിശുദ്ധ മാർക്കിൻ്റെ യഥാർത്ഥ പേര് ജോൺ മാർക്ക് എന്നായിരുന്നു. യെരുശലേമിലെ ഒരു വിശ്വാസിയായ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മ മറിയത്തിൻ്റെ വീട് ആദ്യകാല ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അപ്പോസ്തോലന്മാർ പ്രാർത്ഥനയ്ക്കും ഉപദേശത്തിനുമായി ഒത്തുചേരുന്ന സ്ഥലമായിരുന്നു ആ വീട്. മാർക്ക് ബാല്യത്തിൽ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരുമായി അടുത്ത ബന്ധം പുലർത്തി. പ്രത്യേകിച്ച് വിശുദ്ധ പത്രോസ് അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവായിരുന്നു. പത്രോസ് മാർക്കിനെ എൻ്റെ മകൻ എന്ന പോലെ സ്നേഹത്തോടെ വിളിച്ചിരുന്നതായി ബൈബിൾ സൂചിപ്പിക്കുന്നു. വിശുദ്ധ മാർക്കിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് മാർക്കോസിൻ്റെ സുവിശേഷം. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിൽ ഒന്നായ ഇത് ഏറ്റവും പഴയതും ലളിതവുമായ സുവിശേഷമായി പരിഗണിക്കപ്പെടുന്നു. മാർക്ക് എഴുതിയ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകൾ: സംഭവങ്ങളെ വേഗത്തിലും ശക്തമായും അവതരിപ്പിക്കുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങളും പ്രവൃത്തികളും കൂടുതൽ പ്രാധാന്യത്തോടെ വിവരിക്കുന്നു. ഉടൻ എന്ന ആശയം പലപ്പോഴും ആവർത്തിക്കുന്നു. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി ശക്തമായി അവതരിപ്പിക്കുന്നു. ഈ സുവിശേഷം പ്രധാനമായും റോമൻ വിശ്വാസികൾക്കായി എഴുതിയതാണെന്ന് കരുതപ്പെടുന്നു. പത്രോസിൻ്റെ പ്രസംഗങ്ങളും അനുഭവങ്ങളും കേട്ടാണ് മാർക്ക് ഇതെഴുതിയത് എന്ന് വിശ്വാസം. വിശുദ്ധ മാർക്ക് അപ്പോസ്തോലന്മാരോടൊപ്പം സുവിശേഷ പ്രഘോഷണ യാത്രകളിൽ പങ്കെടുത്തു. ആദ്യം വിശുദ്ധ പൗലോസ്, വിശുദ്ധ ബർണബാസ് എന്നിവരോടൊപ്പം യാത്ര ചെയ്തു. പിന്നീട് ചില കാരണങ്ങളാൽ അവർ വേർപിരിഞ്ഞെങ്കിലും മാർക്ക് പിന്നീട് വീണ്ടും പൗലോസിനൊപ്പം പ്രവർത്തിച്ചു. മാർക്ക് തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി അലക്സാണ്ട്രിയയിൽ എത്തി. അവിടെ അദ്ദേഹം ക്രിസ്തീയ സഭ സ്ഥാപിക്കുകയും ആദ്യ ബിഷപ്പായി സേവനം ചെയ്യുകയും ചെയ്തുവെന്ന് പരമ്പരാഗതമായി കരുതപ്പെടുന്നു. അലക്സാണ്ട്രിയയിലെ സഭ അദ്ദേഹത്തിൻ്റെ സേവന ഫലമായി വളർന്നു. ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചതിനാൽ വിശുദ്ധ മാർക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പരമ്പരാഗതമായി അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചതായി കരുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവസ്നേഹത്തിനും സത്യസാക്ഷ്യത്തിനും സമർപ്പിതമായിരുന്നു. വിശുദ്ധ മാർക്കിൻ്റെ ചിഹ്നം സിംഹം ആണ്. ഇത് ധൈര്യത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ശക്തമായ ശബ്ദത്തോടെ ആയതിനാൽ ഈ ചിഹ്നം നൽകിയതാണെന്ന് കരുതപ്പെടുന്നു. വിശുദ്ധ മാർക്ക് നമ്മെ പഠിപ്പിക്കുന്ന ചില പ്രധാന പാഠങ്ങൾ: ദൈവവചനം ലളിതമായി പങ്കുവയ്ക്കുക, വിശ്വാസം പ്രവൃത്തികളിലൂടെ തെളിയിക്കുക, ബുദ്ധിമുട്ടുകൾ വന്നാലും ദൈവസേവനത്തിൽ സ്ഥിരത പുലർത്തുക, മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച് വിശ്വാസം വളർത്തുക. വിശുദ്ധ മാർക്ക് സുവിശേഷകൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്: ദൈവത്തിൻ്റെ സന്ദേശം ലോകത്തോട് പങ്കുവയ്ക്കുക എന്നത് ഒരു മഹത്തായ ദൗത്യമാണെന്ന്. തൻ്റെ ലളിതവും ശക്തവുമായ എഴുത്തിലൂടെ അദ്ദേഹം ഇന്നും അനേകരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു.